ആലുവ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ദുരൂഹത തുടരുന്നു. 3 പേരെ കാണാതായെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൂടുതൽ പേരെ തട്ടിക്കൊണ്ടുപോയെന്ന് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതികളും ഇരകളും തമ്മിൽ പരിചയമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും റൂറൽ SP വൈഭവ് സക്സേന പറയുന്നു. ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. സോ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒരാളുണ്ടായിരുന്നു. പക്ഷേ ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. പിന്നെ ചെയ്തിട്ട് ശേഷം നമുക്ക് മനസ്സിലായത് 3 പേരുണ്ടായിരുന്നു ശരിക്കും. പക്ഷേ 3 പേരാണോ 2 ആണോ അതെല്ലാം നമ്മൾ ആദ്യം എല്ലാവരും പിടിച്ചിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. കാരണം പരാതിയൊന്നുമില്ല. എല്ലാ സിഒ മോട്ടോ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായി ഇത് ഈ ശരിക്കും 2-3 പേരുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എത്രയാണോ അത് നമുക്ക് എല്ലാം കിട്ടിയ ശേഷം മാത്രം പറയാൻ പറ്റൂ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ വളരെ നല്ല ഇൻഫർമേഷൻ ഉണ്ട്. കുറച്ച് പേർ കസ്റ്റഡിയിലേ ഉണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്യാനുണ്ട്. അത് എല്ലാ കാര്യങ്ങൾ കിട്ടിയ ശേഷം പറയാൻ പറ്റും. കേസിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രതികൾക്ക് വാഹനം കൈമാറിയെന്ന് സംശയിക്കുന്നവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, ഇന്നലെ രാവിലെ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു. വാഹനം ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് ഉപേക്ഷിക്കുന്നു. ഇപ്പോഴും ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് അടക്കമുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായി ആരും പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ലാത്ത വലിയ പ്രതിസന്ധിയാണ് പോലീസിന് മുമ്പിൽ. ഇതിനു മുമ്പും പോലീസിന് ഇങ്ങനെ ഈ പരാതി ഇല്ലാത്തൊരു കേസിൽ മുന്നോട്ട് പോയതിന് പുലിവാല് പിടിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കേസ് നമുക്ക് എങ്ങനെ വീക്ഷിക്കാം? സുഹൈല 30-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് ആലപ്പുഴയിൽ ഈ തട്ടിക്കൊണ്ട് കേസ്. പക്ഷേ അപ്പോഴും അടിമുടി ദുരൂഹതയാണ്. ഒരു തരത്തിലും ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ 7:10 കൂടിയാണ് 3 പേർ ചേർന്ന് ഒരു യുവാവിനെ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടുവെന്ന ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഓട്ടോ തൊഴിലാളികൾ പോലീസിനെ വിളിച്ചു പറയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരാളെ മാത്രമല്ല 3 പേരെ ഇവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പക്ഷേ ഇന്ന് ആലുവ എറണാകുളം റൂറൽ SP പ്രതികരിച്ചത് 3 പേരാണോ അതിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തതയില്ല എന്നാണ്. അങ്ങനെ പോലീസിന് കാര്യമായുള്ള ഒരു പിടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാവിലെ ഇയാളെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കൃത്യമായി നിരീക്ഷിക്കാൻ പോലീസിന് സാധിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ തിരുവനന്തപുരത്ത് എത്തുകയും ഈ വാഹനം ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തത്. ഈ വാഹനത്തിൽ തട്ടിക്കൊണ്ട് പോയ ആളും ഉണ്ടായിരുന്നു. അയാളും ഈ പ്രതികൾക്കൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അത് പോലീസിന് ചില പ്രധാനപ്പെട്ട ലീഡുകൾ നൽകിയിട്ടുണ്ട്. കാരണം ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളും ഈ പ്രതികളും തമ്മിൽ നേരത്തെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ഇരയെ തട്ടിക്കൊണ്ടുപോയത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. നിലവിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ഒരു പരാതിക്കാരനും ഈ തട്ടിക്കൊണ്ടുപോയ ആളെ അന്വേഷിച്ച് വന്നിട്ടില്ല എന്നുള്ളതും ഈ കേസിൽ ഒരു വെല്ലുവിളി നിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 4 പേരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച വാഹനം ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൽ ചോരക്കറ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒരല്പം ഈ കേസിന്റെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ അതിൽ പരിശോധന നടത്തുകയാണ്. ഇതിൽ ആത്യന്തികമായി എന്താണ് സംഭവിച്ചത് എന്ന് പറയണമെങ്കിൽ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് ഈ പ്രതികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ വാഹനം റെന്റ് എടുത്തു നൽകിയ ആളുകളാണ്. അവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്. അവരിലൂടെ ഈ പ്രതികളിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ASI ആയ സുരേഷ് കുമാറാണ് കുമ്പൾ സ്വദേശിയിൽ നിന്ന് ഈ വാഹനം ആദ്യം റെന്റിനെടുക്കുന്നത്. ഇയാൾ ഈ കാറ് തൃശൂർ സ്വദേശികൾക്ക് നൽകുന്നു. പക്ഷേ തൃശൂർ സ്വദേശികളായ 2 പേരെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവർ വ്യക്തമാക്കുന്നത് തങ്ങൾ ഈ കാറ് അഫ്സൽ എന്ന് പറയുന്ന മറ്റൊരാൾക്ക് കൈമാറിയിരുന്നു. അങ്ങനെ 3 തവണയാണ് ഈ കാറ് കൈമാറ്റം ചെയ്തത്. ആരാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് അവസാനമായി കാറ് കൈമാറിയത് എന്ന കാര്യത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ആകെ മൊത്തം വലിയ പ്രതിസന്ധി പോലീസിന് മുൻപിലുണ്ട്. അപ്പോഴും പോലീസിന് ശുഭാപ്തി വിശ്വാസം നൽകുന്നത് ഈ പ്രതികളെ തിരിച്ചറിയാനായിട്ടുണ്ട്, അവരിലേക്ക് എത്താനാകുമെന്നാണ്. അവരെ കണ്ടെത്തിയാൽ മാത്രമായിരിക്കും എത്ര പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, എന്താണ് കാര്യം, അതല്ലെങ്കിൽ സമാനമായ രീതിയിൽ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോകാനൊരു തീരുമാനം അവർ നടത്തിയിട്ടുണ്ടോ, സ്വർണ്ണക്കടത്ത് സംഘമാണോ ഇവർ, അക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരണമെങ്കിൽ പ്രതികൾ പിടിയിലായേ മതിയാവൂ. അതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. 3 ടീമുകളായി തിരഞ്ഞാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം ഈ സുരേഷ് കുമാർ ASI സുരേഷ് കുമാർ പത്തനംതിട്ട SP മുൻപാകെ എത്തി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം പല ജില്ലകളിലേക്കും ഒരുപക്ഷെ സംസ്ഥാനത്തേക്കും വ്യാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് റൂറൽ പോലീസ് എത്തിയിരിക്കുന്നത്. സുഹൈൽ.
ശരി, പൊതുവെ ഇത്തരം കേസുകളുടെ പിന്നാമ്പുറത്തേക്ക് വന്നാൽ സാമ്പത്തിക തർക്കമോ സ്വർണ്ണക്കടത്തോ ആകാം. പൊതുവെ പോലീസ് പ്രതിയെ പിടികൂടിയതിനു ശേഷം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തിയതിനു ശേഷം തട്ടിക്കൊണ്ടുപോയ ആൾ തന്നെ പോലീസിനോട് പറയുന്നു, ഞങ്ങൾ ചുമ്മാതെ സൗഹൃദത്തിന്റെ പുറത്ത് പോയതാണെന്ന്. അങ്ങനെ പല തവണ പോലീസ് പ്രതിസന്ധിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ പോലീസിനെ പിന്നോട്ടടിക്കുന്നതും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ തന്നെയാണ്.